ഇപ്പോൾ ശ്രീനാഥ്ജി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആത്മീയതയുടെ കസ്റ്റോഡിയൻ ആണായിരുന്നു എപ്പോഴും അതിനെപ്പറ്റി പറയാനും അതിൻ്റെ അധികാരം കയ്യിൽ വച്ചിരുന്നത്. ഇപ്പം വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് സ്ത്രീകൾ ആത്മീയതയെ പുരുഷനേക്കാളേറെ തീവ്രമായിട്ട് അനുഷ്ഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. പുരുഷനത് അവരുടെ അധികാരത്തിൻ്റെ ഒരു ചിഹ്നം മാത്രമായിരുന്നെങ്കിൽ സ്ത്രീക്കത് സത്യസന്ധമായ സാധനയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം കുടുംബം എന്ന് പറയുന്ന ഒരു ഡിസൈനിൻ്റെ ഒരു തടവറയിൽ നിന്ന് സ്ത്രീ അതിൻ്റെ നിയമങ്ങളെ പാലിക്കുമ്പോൾ പോലും അതിൽ കുടുങ്ങാതെ എന്നാൽ ലിബറേറ്റഡ് ആയി പോകാനുള്ള, എന്നാൽ വഴി തെറ്റാതിരിക്കാനുള്ളൊരു സാധ്യതയായിട്ട് ഈ സാധനങ്ങൾ സഹായിക്കുന്നുണ്ടാവണം അല്ലേ? തീർച്ചയായിട്ടും. അല്ല, അതിലെന്താ വെച്ചാല് ഈ പുരുഷൻ എൻലൈറ്റൻഡ് ആയ ആൾക്കാരിലെ കൂടുതൽ എണ്ണം നോക്കുമ്പോൾ പുരുഷന്മാരുടെ ലിസ്റ്റാണ് കൂടുതലുള്ളത്. അതെ, അതാണ്. സ്ത്രീകളെ ലിസ്റ്റ് വളരെ കുറവാണ്. പക്ഷെ സത്യം അതാവണം. അതിന് ഓഷോ പറയുന്നത് ഞാൻ എൻലൈറ്റൻഡ് ആയി എന്ന് പ്രഖ്യാപിക്കുന്ന പുരുഷന്മാരാണ്, സ്ത്രീകൾ അങ്ങനെ പ്രഖ്യാപിക്കാറില്ല. അത്രമേൽ സ്വാഭാവികമാണ് അവരുടെ എൻലൈറ്റ്മെന്റ്. അതായത് എല്ലാ സ്ത്രീകളും എൻലൈറ്റൻഡ് ആണ്. പുരുഷൻ വല്ലപ്പോഴും ഒരാളെ എൻലൈറ്റൻഡ് ആകുമ്പോൾ അവൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ബോധോദയത്തിന്റെ സാധ്യത പുരുഷനുള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീയിലുണ്ട് എന്ന് സ്ത്രീ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഓഷോ പറയുന്നുണ്ട്. അപ്പൊ അത് എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇടക്കാലത്ത് എവിടെയോ ഒരു പൗരുഷ പൗരോഹിത്യം എവിടേക്കോ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരു കുടുംബ വ്യവസ്ഥയിലൊക്കെ തീരുമാനം എടുക്കുന്ന ആളൊക്കെ അച്ഛനും, അത് വീട്ടിൽ കുട്ടികളെ നോക്കുകയും മറ്റോ കാര്യങ്ങളൊക്കെ സ്ത്രീകളും എന്നുള്ളൊരു ഇടക്കാലത്ത്. പൂർവ്വ ഭാരതത്തിൽ അങ്ങനല്ല. കാരണം ഗാർഗീയ മൈത്രിയൊക്കെ പരിചയപ്പെട്ട ആൾക്കാർ നമ്മള്. അതായത് തർക്കം നടക്കുന്ന സ്ഥലത്ത് മുമ്പിൽ നിന്ന് തർക്കത്തിൽ പങ്കെടുത്ത ഗാർഗീയ മൈത്രിയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ കാലഘട്ടത്തിൽ പുരുഷ പൗരോഹിത്യം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മെയിൽ ഡോമിനൻസ് ഇല്ലായിരുന്നു. ഭാരതത്തിൽ നമുക്ക് അങ്ങോളം ഇങ്ങോളം സ്ത്രീകൾ എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും. ഭാരതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇടക്കാലത്ത് എപ്പോഴോ ചെറിയൊരു ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ തിരിച്ചു വന്നു എല്ലാ സ്ഥലത്തും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അമേരിക്കയിൽ 5-6 സ്ഥലത്ത് യാഗം നടന്നു. സാധാരണക്കാരായ സ്ത്രീകളാണ് യാഗം പഠിച്ച് ആചാര്യസ്ഥാനത്ത് ഇത് ചെയ്തത്. ദുബായിൽ ഇപ്പം ഏതാണ്ട് ഈ വർഷവും കഴിഞ്ഞ വർഷവും യാഗം നടന്നു. 100-ലധികം അമ്മമാർ, സാധാരണ കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ, 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളടക്കമുള്ള അമ്മമാർ യാഗം പഠിച്ച് അവർ യാഗം ചെയ്തു. കാനഡയിൽ യാഗം ചെയ്തു. അപ്പം ഏതാണ്ട് 25,000 ഫാമിലിയിൽ മഹാലക്ഷ്മി പൂജ പഠിച്ച് അമ്മമാർ ചെയ്യുന്നുണ്ട്. അപ്പം അവർ ചെയ്യുമ്പം കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും അവരത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു എല്ലാവർക്കും സാധിക്കും. നമ്മളൊരു തെറ്റിദ്ധാരണയായിരുന്നു പുരുഷൻ മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ പുരുഷനാണ് കുറച്ചുകൂടി ഒരു കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷിയുള്ളത് എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. അതല്ല എന്നുള്ള അവർ തെളിയിച്ചു. കാരണം അവർക്ക് സാധിക്കും. ഈ കമ്മ്യൂണിസം പറയും ഭരണകൂടം കൊഴിഞ്ഞു പോകുന്ന ആളുകളൊക്കെ സ്വയം ഇവോൾവ് ആയിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ച് പറയും. കുടുംബം കൊഴിഞ്ഞു പോയിട്ട് അതിനകത്ത് അപ്പോഴും മനുഷ്യർ ഒരുമിച്ച് താമസിക്കുകയും സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ആത്മീയ ഔന്നിത്യമാണ് ശ്രീനാഥ്ജി ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. അല്ലാതെ അഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമില്ലാത്ത ഒരു അരാജകത്വമല്ല ശ്രീനാഥ്ജിയുടെ കുടുംബം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം. അങ്ങനെ അരാജകത്വത്തിലേക്ക് പോകില്ല. കാരണം ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എപ്പോൾ പ്രശ്നങ്ങളുണ്ടോ ഓട്ടോമാറ്റിക്കലി സൊല്യൂഷൻസ് ഉണ്ടാവും. ഇവിടെ എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ ശിഥിലാവുന്നത്? നിർബന്ധങ്ങളുള്ളതുകൊണ്ടാണ്. അതായത് ഇത് എൻ്റെത് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നോണോ ഈ കാര്യങ്ങൾ. ഡെമോക്രസി ഇല്ല, ജനാധിപത്യം ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കും? കുടുംബങ്ങൾ കുറച്ചും കൂടി ജനാധിപത്യപരമായി ഭർത്താവ് അല്ലെങ്കിൽ അടുക്കളയിൽ കയറി സാമ്പാർ ഉണ്ടാക്കട്ടെ, ചമ്മന്തി ഉണ്ടാക്കട്ടെ, മുറ്റടിച്ചു വരട്ടെ. കുടുംബം നിലനിർത്താനുള്ള ഉത്തരവാദിത്തം പുരുഷനാണ്. ആ ശ്രമം അവൻ നടത്തി തുടങ്ങിയാൽ മാത്രം ഇനി കുടുംബം ഒരുമിച്ച് ഇവർ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ന് മാതൃകകളിലാണ്. മാതൃകകളാവട്ടെ, ഇവർ രണ്ടുപേരും ഒരേ തുല്യ പ്രാധാന്യം കുടുംബത്തിലുണ്ടായി അവര് സന്തോഷിക്കുകയും സ്നേഹിക്കുകയും ഒരുമിച്ച് കുട്ടികളെ വളർത്തുകയും ഒരു ആനന്ദമുള്ള കുറെ ഫാമിലികൾ ഉണ്ടാകുമ്പോൾ വരുന്നൊരു തലമുറ തീർച്ചയായിട്ടും അതുപോലെ ഒരു ഫാമിലിക്ക് വേണ്ടി കൊതിക്കും. അവർ തീർച്ചയായിട്ടും അങ്ങനത്തെ സാധനം കോപ്പി ചെയ്യും. മാതൃകകളില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതായത് പുരുഷന് മാത്രം അധികാരമുള്ള, പുരുഷൻ തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കുടുംബം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടില്ലെങ്കിൽ കുടുംബങ്ങളില്ലാണ്ടാവും. അങ്ങനത്തെ കുടുംബങ്ങളില്ലാതാവും. കുടുംബങ്ങളില്ലാതാവും ഞാൻ പറഞ്ഞില്ല. ഇന്ന് കാണുന്ന കുടുംബങ്ങൾ പലപ്പോഴും ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസും ഒരുപാട് സ്ട്രെസ്സും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. പണ്ട് ആരോ തമാശയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഡിവേഴ്സിന്റെ പ്രധാന കാരണം എന്താണ്. അപ്പോൾ വേറെ ആരോ പറഞ്ഞു ഡിവേഴ്സിന് പ്രധാന കാരണം വിവാഹം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വിവാഹം നടന്നാൽ ഡിവേഴ്സ് ആവാനുള്ള സാധ്യത തുല്യ സാധ്യതയാണ്. ഇത് എപ്പം വേണമെങ്കിലും ഡിവേഴ്സ് ആവാം എന്നുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ്. അവിടെ ഈ പറയുന്ന കണ്ടീഷൻസ് ഒരുപാട്. എന്നോട് ചോദിക്കാതെ ചെയ്യരുത്, വരുമാനത്തിന്റെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും
ഞാൻ പറയുന്ന അനുസരിക്കണം, നമ്മളെ ശരിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വിട്ടുകൊടുത്തേ പറ്റൂ. അത് അത് ഒരു നല്ല ഫാമിലി അല്ല. ഇത്തരത്തിലുള്ള ഫാമിലികൾ തകരും. എന്നാൽ ഏറ്റവും നല്ല ആ ഒരു ഫാമിലിയുടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന ഫാമിലികൾ അത് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെടും. പലപ്പോഴും ആ കുടുംബത്തിലേക്ക് ഓടിയെത്താൻ വേണ്ടി കൊതിക്കുന്ന, എല്ലാവരോടും ചേരാൻ കൊതിക്കുന്ന ഒരു ഫാമിലി അത് ഉണ്ടായി വരും. അതായത് ഒന്ന് അഴിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടൊരു റീഅലൈൻമെന്റിന്റെ സാധ്യത തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്തയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വരുന്നൊരു തലമുറ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ച, അല്ലെങ്കിൽ ഞാനൊക്കെ മനസ്സിലാക്കിയത് അമേരിക്കയിലുള്ള ആൾക്കാർക്ക് ഫാമിലി വാല്യൂ ഒന്നുമില്ല എന്നുള്ളതൊക്കെയാണ്. 90 വയസ്സുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും ഇപ്പോഴും പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഭാര്യ മരിച്ചതിന് ശേഷം ഭാര്യേൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങുന്ന അപ്പൂപ്പന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമിച്ച് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന, ഭയങ്കരമായി കെയർ ചെയ്യുന്ന അപ്പൂപ്പനെ അമ്മൂമ്മനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഫാമിലി വാല്യൂസ് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, അവിടെ നല്ല വാല്യൂസ് ഉണ്ട്. പക്ഷെ എവിടെയോ ഒരു ഒന്നിച്ച് പോകില്ല എന്ന് തോന്നിയാൽ പിന്നെ അവർ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല, അവർ സെപ്പറേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെപ്പറേറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്ന, വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന, അങ്ങേയറ്റം റെസ്പെക്റ്റോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഫാമിലികൾ അവിടെ ഉണ്ട്. അതേപോലെ നമ്മളെ നാട്ടിലും ഇതുപോലെ റെസ്പെക്ട് ചെയ്യുന്ന ഫാമിലികൾ ഒരുപാടുണ്ട്. അവരൊക്കെ നിലനിൽക്കുന്നുണ്ട്, അവർ മാതൃകകളാണ്. പക്ഷെ മാതൃകകൾ കുറഞ്ഞു. സമൂഹത്തിലെ മാതൃകയല്ല പറയുന്നത്. സമൂഹത്തിന് പലപ്പോഴും ഭയങ്കര നല്ല ഫാമിലിയാന്ന് തോന്നുന്ന പലരും അവരെ വീട്ടിൽ പോയി ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മളെ ഒരു സുഹൃത്ത്, ഞങ്ങളെല്ലാവരും വളരെ അസൂയോടുകൂടി കണ്ടിരുന്ന ഒരു ഫാമിലി, കഴിഞ്ഞ ദിവസം ആ കുട്ടി ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുത്തു. പോലീസ് വന്ന് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി. മാതൃകാ ദമ്പതികളായിരുന്നു. കാരണം അവരെ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു. കാരണം ഇപ്പോഴാണ് ലോകം മുഴുവൻ അറിയുന്നത്. ഇതുപോലെ വലിയ ശതമാനം ഫാമിലിയിലും നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആണെന്ന് തോന്നുന്ന പല ഫാമിലികളും, നമ്മളൊക്കെ പ്രശ്നം എന്താ അറിയുമോ രാജീവേട്ടാ, നമ്മളെ ഉള്ളിൽ നമ്മൾ എന്താണ് ആരും അറിയരുത്. സമാജം എന്നെക്കുറിച്ച്, എൻ്റെ വിഷമങ്ങളോ എൻ്റെ പരാതികളൊന്നും അറിയരുത്. എൻ്റെ മുഖം മൂടി മാത്രം ആൾക്കാർ കണ്ടാൽ മതി. തുറന്ന് ചർച്ച ചെയ്യുന്നില്ല നമ്മൾ. എൻ്റെ വീട്ടിൽ ഇന്നിങ്ങനെയാണെന്ന് പറയാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. എന്നെ നന്നാക്കി കാണിക്കണം, എൻ്റെ ഫാമിലിയെ നന്നാക്കി കാണിക്കണം. അതിനുവേണ്ടി അങ്ങനത്തെ ഫോറംസും ഇല്ലല്ലോ. വേറൊരു കാര്യം കാണുന്നത് ശ്രീനാഥ്ജി, നമുക്ക് മാറണം എന്നുണ്ട്, മാറാൻ പറ്റാതെ ഇരിക്കുന്ന നമുക്ക് എങ്ങനെയാ ഗൈഡ് ചെയ്യാൻ ഇവിടെ ഒരു സംവിധാനങ്ങളില്ല. എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടു. മതമായാലും ജാതി ആയാലും ആർക്കും നമ്മളെ വഴി നടത്താനുള്ളൊരു പദ്ധതിയില്ല. ഞാൻ ഈ കോണ്ടെക്സ്റ്റിലാണ് ശ്രീനാഥ്ജിയുടെ പുനർജനി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചത്. 4 ദിവസത്തെ പ്രോഗ്രാമിനിടയ്ക്കൊരു ബ്രെയിൻ റീവയറിങ്ങും എല്ലാത്തിനെയും അഴിച്ചു പണിത് ഒരു പുതിയ മനുഷ്യനായിട്ട് പുറത്ത് പോകാനുള്ളൊരു സാധ്യതയും. എനിക്ക് തോന്നുന്നു അത്തരം വർക്ക്ഷോപ്പുകളുടെ എണ്ണം കൂടുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ജീവിതം പഠിപ്പിക്കാനുള്ള യൂണിവേഴ്സിറ്റികളില്ല. നിങ്ങൾക്ക് ജീവിക്കാനുള്ള അറിവ്, ജീവനെ കുറിച്ചുള്ള അറിവ്, ജീവിതത്തെ കുറിച്ചുള്ള അറിവ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവിടെ ജീവിക്കാനുള്ള അറിവ് അക്കാഡമിക്കലി മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. ജീവിതത്തെ നമ്മൾ പഠിപ്പിക്കുന്നില്ല, ജീവനെ പഠിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ഹാപ്പിയായിട്ട് ജീവിക്കേണ്ടത്, കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്. ഇന്ന് ഓവർ പാരന്റിങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് കുട്ടികളെ ലാളിച്ച് വഷളാക്കുക. ആകെ 1-2 കുട്ടിയുണ്ടാവും, അതിൻ്റെ മുകളിൽ നമ്മളെ സകല പ്രതീക്ഷയിട്ട് ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കുട്ടീൻ്റെ കഴിവുകൾ പലപ്പോഴും അവർക്കൊരു പിന്നീട് ഒരു ക്രൈസിസ് വരുമ്പോൾ അതിനെ നേരിടാൻ പറ്റുന്നില്ല. ഒരു ഓവർ പാരന്റിങ്ങിൻ്റെ കാലമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ 5-10 മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിക്കും, കുറേയൊക്കെ ശ്രദ്ധിക്കില്ല. അവർ കുട്ടിക്കാലത്ത് തന്നെ ക്രൈസിസ് മാനേജ്മെന്റ് പഠിച്ചിരുന്നു. ഇന്ന് കുട്ടിക്ക് ഒരു ക്രൈസിസും കൊടുക്കുന്നില്ല. കുട്ടിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് അച്ഛനും അമ്മയൊക്കെയാണ്. അവന് ആ ഫൈറ്റ് ചെയ്യാനുള്ള സാധനം വരുന്നില്ല. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികൾ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കുന്നു. കാരണം ആ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള സ്കില്ല് കുട്ടികൾക്ക് വളരുന്നില്ല. അപ്പം അങ്ങനെ ഇതിനൊക്കെ ഉള്ള ക്ലാസ്സുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല. അപ്പം മാത്രമല്ല മിക്കവാറും നമുക്കിതൊക്കെ ക്ലാസ്സുകളാണ്, അത് കേൾക്കുന്നത് ബുദ്ധിയുടെ തലത്തിലാണ്, ഹൃദയത്തിലാണ്. പക്ഷെ അഴിച്ചുപണി എന്ന് പറയുന്നത് കേട്ടിട്ടും മാറാൻ പറ്റാത്തവരാണ് എല്ലാവരും. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും തിയററ്റിക്കലി അറിയാം, ഇങ്ങനെയല്ല വേണ്ടതെന്ന്. പക്ഷെ അത് ഞാൻ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞു തരാനുള്ള ഒരു കളരിയില്ല. അപ്പൊ അത്തരം ഒരു കളരിയായിട്ടാണ് കാര്യങ്ങളാണ് എല്ലാ സ്ഥലത്തും വേണ്ടത്. കാരണം ഈ പ്രോഗ്രാം എങ്ങനെയായിരിക്കും, ഈ 4 ദിവസത്തെ പ്രോഗ്രാമിന്റെ ഒരു സ്വഭാവം എന്താണ്? 4 ദിവസം നമ്മൾ ഇതുപോലെ തന്നെ മനുഷ്യന്റെ ഒന്ന് അടിസ്ഥാന സ്ക്രിപ്റ്റ് നമ്മളെ തലയിലേത്ത് പറയും. തലയിലേത്ത് വായിക്കാൻ പഠിക്കാൻ മാറ്റിയതാ എന്നുള്ളതാണ് ഒന്നാമത്തെ സബ്ജക്ട്. ഒന്നുകൂടി പറയൂ. തലയിലേത്ത് വായിക്കാൻ പഠിക്കാൻ മാറ്റിയതാ. വായിക്കാൻ പഠിക്കാൻ മാറ്റി എഴുതാം. അതായത് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, ഞാൻ ആരാണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള ചിന്തകളാണ്. അത് എനിക്ക് കുട്ടിക്കാലം മുതൽ എനിക്ക് കിട്ടിയ കൺസെപ്റ്റുകൾ, നോളജ് വെച്ചിട്ടാണ് ഞാനൊരു സ്കെയിൽ ഉണ്ടാക്കിയത്. ആ സ്കെയിലാണ് ഞാൻ ജീവിക്കുന്നത്.
ഈ സ്കെയിൽ അല്ലാതെയും വേറെ കുറേ സ്കെയിലുണ്ട്. രണ്ടാമത്തെ ദിവസം പൂർണ്ണമായിട്ട് നമ്മൾ എനിയോഗ്രാം, ദ ഡേ ഓഫ് എൻലൈറ്റ്മെൻറ്റ്, ലോകത്ത് 9 തരം ആൾക്കാരുണ്ട്, 9 ശരികളുണ്ട് എന്നുള്ള വിഷയമാണ്. അന്ന് മനോഹരമായിട്ട് നമ്മളെ ഒരു തെറാപ്പി പോലെ നമ്മളുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ ഒരു ഏജ് റിഗ്രഷൻ പോലെ ഒരു പ്രോസസ്സ്, അതായത് നമ്മളെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നാണ് പറയുക. സൈക്കോളജിയിലെ വളരെ വലിയൊരു ഹീലിംഗ് ആണ്. കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കിട്ടിയ ഒരുപാട് ബ്ലോക്കുകളുണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നത് കുട്ടിക്കാലത്ത് കിട്ടിയ നെഗറ്റീവ് സ്ട്രോക്കുകൾ ആണ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഇപ്പോഴും ബ്ലോക്കായി നിൽക്കുന്നത്. സൈക്കോസോമാറ്റിക് ഡിസീസിനൊക്കെ കാരണം അതാണ്. അതിനെ കംപ്ലീറ്റ് എടുത്ത് കളയുന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റീവിനെ എടുത്ത് കളയുന്ന ഒരു പ്രോസസ്സാണ്. മൂന്നാം ദിവസം പുനർജന്മം തന്നെയാണ്. വീണ്ടും എൻ്റെ ലൈഫ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഇനി എത്ര കാലം ഭൂമിയിലുണ്ടെന്ന് അറിയില്ല. അത് ഏറ്റവും മനോഹരമായിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ ആനന്ദത്തോടു കൂടി എങ്ങനെ ജീവിക്കാം എന്നുള്ളത് അവരെ പഠിപ്പിക്കാം. അങ്ങനെ അതിൻ്റെ മെഡിറ്റേഷനും അതിൻ്റെ ക്ലാസ്സുകളും പ്രോസസ്സും മുഴുവൻ നോളജ് വെറുതെ പ്രഭാഷണമല്ല, അതിൽ മുഴുവൻ പ്രാക്ടിക്കൽ പ്രോസസ്സുകളാണ്. ഒരുപാട് പ്രോസസ്സുകൾ, ചിലതൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ട ഒരു വലിയ സങ്കല്പമാണ് ഈ വർക്ക്ഷോപ്പ്. അപ്പോൾ ഇത് പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക മാത്രമല്ല, അതിനൊരു പരിഹാരമുണ്ടെന്നും തീർച്ചയായിട്ടും ആ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ റീവയറിംഗ് ആണെന്നും അത് സാധ്യമാണെന്നും ശ്രീനാഥ്ജി പറയാണ്. അത്തരമൊരു പരിപാടിയിലേക്ക് ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും ശ്രീനാഥ്ജിയോട് കോണ്ടാക്റ്റ് ചെയ്യാം. ഇങ്ങനെ പോരാ എന്ന് തീരുമാനിച്ചവർക്ക് വഴിയുണ്ടെന്ന് ശ്രീനാഥ്ജി പറയുന്നു. അനുഭവ സാക്ഷ്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക. ഈ യാത്ര, ഈ ജീവിതം ഗംഭീരമാവട്ടെ, സഫലമാവട്ടെ. ശരി.